ജൂൺ 15 മുതൽ സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്ന സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഹംസ എരിക്കുന്നൻ. ഇന്ധനത്തിന് സബ്സിഡി നൽകണമെന്നും റോഡ് ടാക്സ് ഒഴിവാക്കണമെന്നുമാണ് അവരുടെ ആവശ്യം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം നൽകുമ്പോൾ പ്രൈവറ്റ് മേഖലയെ പരിഗണിക്കണമെന്നും പ്രൈവറ്റ് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു. ആദ്യം ആ പ്രതികരണം. ബസ് ഉടമകളുടെ ഒരു ദിവസത്തെ വരുമാനത്തിൻ്റെ 60% ഡീസൽ അടിക്കാനും 25% തൊഴിലാളികൾക്ക് വേതനം കൊടുക്കാനും വേണ്ടി വരുന്നു. ഡീസലിന് സബ്സിഡി നൽകിയും റോഡ് ടാക്സ് ഒഴിവാക്കിയും ഈ വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അടുത്ത 15 മുതൽ സംസ്ഥാന സർക്കാർ KSRTCയിലെ സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളിലെ വനിതാ യാത്രക്കാർ സ്വാഭാവികമായും KSRTCയിലേക്ക് കൂടുമാറും. അന്ന് മുതൽ ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകളിൽ ഡീസൽ അടിക്കാൻ കഴിയാതെ സ്വാഭാവികമായി നിന്നുപോകും. അത് ഞങ്ങളൊരു സമരത്തിൻ്റെ ഭാഗമല്ല. മലപ്പുറത്ത് ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ വായിച്ചിരുന്നു. പറയൂ ഗോകുൽ. ഗുഡ് മോർണിംഗ്. ഇന്ദിരാഗാന്ധിയിൽ ഉൾപ്പെടുത്തി UDF തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ ആകർഷണീയമായ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTCയിലെ സൗജന്യ യാത്ര. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ബസ് ഫെഡറേഷന്റെ ഒരു ആശങ്കയുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 8 രൂപയോളം ഡീസലിന് വർദ്ധിച്ചു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാതെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ജൂൺ 15 KSRTCയിൽ വനിതകൾക്ക് സൗജന്യമായി യാത്ര അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. ആ ജൂൺ 15 മുതൽ സ്വകാര്യ ബസ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ KSRTC അല്ലെങ്കിൽ വനിതകളെ പരിഗണിക്കുന്നതിനൊപ്പം തന്നെ സ്വകാര്യ മേഖലയെ കൂടി പരിഗണിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും ഒക്കെ കണ്ടിരുന്നു. സർക്കാർ എടുത്തൊരു തീരുമാനമാണ് KSRTC ബസ്സിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള ഒരു വിമർശനമാണ് സ്വകാര്യ ബസ് ഫെഡറേഷൻ ഇപ്പോൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം ഈ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണം, അല്ലെങ്കിൽ മറ്റു 2 നിർദ്ദേശങ്ങൾ കൂടി ഈ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം റോഡ് ടാക്സ് ഒഴിവാക്കുക എന്നാണ്. സ്വകാര്യ ബസ്സുകളുടെ റോഡ് ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം 16,000 മുതൽ 33,000 രൂപയൊക്കെ വരുന്നുണ്ട് 3 മാസത്തേക്ക്. അതായത് ഒരു വർഷത്തേക്ക് പോവുകയാണെങ്കിൽ പരമാവധി 1,20,000 30,000 രൂപയൊക്കെ വരുന്നുണ്ട്. അത് പൂർണ്ണമായി ഒഴിവാക്കി തരണമെന്നാണ് പറയുന്നത്. ബസ്സുകളുടെ സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബസ്സുകൾക്ക് റോഡ് ടാക്സ് നിശ്ചയിക്കുന്നത്. ഒന്ന്, ഈ റോഡ് ടാക്സ് ഒഴിവാക്കി തരണം. അതോടൊപ്പം തന്നെ ഇന്ധന വിലയിൽ സബ്സിഡി അനുവദിക്കണം എന്നുള്ളതാണ് അവരുടെ മറ്റു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. 8 രൂപയോടെ 2 ആഴ്ചക്കധികം വർദ്ധിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ ഈ ചെലവ് താങ്ങാൻ സാധിക്കാത്തതാണ് എന്ന് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. അതല്ല എങ്കിൽ സ്വകാര്യ ബസ്സുകളെ കൂടി കിലോമീറ്ററിന് നിശ്ചിത തുക നിരക്കിൽ സർക്കാർ ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ടേക്ക് വെക്കുന്നു. ഈ കാര്യങ്ങൾ പരിഗണിക്കാതെ ജൂൺ 15 മുതൽ ഈ രീതിയിൽ വനിതകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ബസ്സുകൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് മേഖല കടന്നു പോകുന്നത് എന്നാണ് വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.